നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഒക്ടോബർ മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. മൂലം പൂരാട ഉത്തരാർത്തിക്കാലം ധനുക്കൂറാണ്. ധനുക്കാറുകാർക്ക് ചാരവശാൽ ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അത് കാരണം കൊണ്ട് ഇത്തിരി വ്യാഴപ്പിഴവുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് തടസ്സങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നല്ല പരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. കാരണം 4ാം ഭാവത്തിൽ രാഹു നിൽക്കുന്ന കാരണം കൊണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം വീട് വിട്ട് നിന്നാലോ എന്ന് വരെ തോന്നുന്ന ഒരവസ്ഥയുണ്ടാകുക. അതുപോലെ തന്നെ കർമ്മസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. 5ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വയാണ് 7ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത. എന്തിനിറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം വന്നതിന് ശേഷം മാത്രം അനുകൂലമാകുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയും കടന്നു പോകാനാണ് യോഗം. കാരണം ലഗ്നത്തിൻ്റെ കേന്ദ്രസ്ഥാനങ്ങളിലൊക്കെ പാപഗ്രഹങ്ങളുടെ ബന്ധനയോ ദോഷം വന്നത് കാരണം എന്തിനിറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ബ്ലോക്ക് വരിക എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അത് മാനസികമായിട്ട് കുറച്ച് ടെൻഷനും കാര്യങ്ങളും വർദ്ധിക്കും. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായ കാലിന് മുട്ടിന് വേദന, ഹൃദയ സംബന്ധമായിട്ടുള്ള വേദന, നടുവേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ച് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 3ാം ഭാവത്തിൽ ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. സഹോദര ഗുണം പോലെയുള്ള കാര്യങ്ങളും എല്ലാ സ്ഥലത്തും സഹായങ്ങളൊക്കെ കിട്ടാനായിട്ട് യോഗം ഉണ്ടെങ്കിൽ പോലും വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്നൊരു ദോഷം, ലഗ്നാധിപതി തന്നെ ശത്രുസ്ഥാനത്ത് പോയി നിൽക്കുന്ന അവനാൻ തന്നെ നല്ലതും ചെയ്ത് കാര്യങ്ങളൊക്കെ ദോഷമായി വരിക എന്ന് പറയുന്നൊരവസ്ഥയും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് പ്രത്യേകിച്ചും തൊഴിലിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വരുമാനം കിട്ടാതിരിക്കുകയോ തൊഴിൽ ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാത്ത മുടക്കങ്ങൾ സംഭവിക്കുകയോ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ലതാണ്. മാത്രമല്ല സാധനവാന്തി എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 12ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ഗുരുശുക്ര ദൃഷ്ടി എന്ന് പറയുന്നൊരവസ്ഥയാണ്. ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന വ്യാഴം ശുക്രനെ ദൃഷ്ടി ചെയ്ത് നിൽക്കുമ്പോൾ ഗുരുശുക്ര ദൃഷ്ടിയുടേതായിരിക്കുന്ന ഒരു ദോഷമുള്ളത് കാരണം എന്തിനിറങ്ങിയാലും അവിടെയൊക്കെ ബ്ലോക്ക്, ആത്മീയമായിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം, ഭൗതികമായിരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം എന്ന് പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നാലും പഞ്ചമഹാപുരുഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ട് ബുധൻ ലഗ്നാൽ 10ാം ഭാവത്തിൽ ബലവാനാണ്. എന്നാൽ 10ാം തീയതിക്ക് ശേഷം ബുധൻ 11ൽ സർവാഭിഷ സ്ഥാനത്തേക്ക് വരും. അവിടെയും 10ലും 11ലും ഒക്കെ കർമാധിപതി നിൽക്കുന്നത് തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. എങ്കിൽ പോലും ഈ മുടക്കങ്ങൾ ഇടയ്ക്ക് വരുന്നത് കാരണം കൊണ്ടുള്ള തടസ്സങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതുപൂജയും അതുപോലെ തന്നെ രാഹുപൂജയൊക്കെ ചെയ്യുക. ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത അർച്ചന, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ പരസ്പരം മത്സരങ്ങൾ വരുന്ന ഫീൽഡിൽ നിന്നും മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അവനവൻ്റെ ആൾക്കാരുമായിട്ട് മത്സരങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനം നടത്തുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.